എന്നോടും മോശമായി ബിഹേവ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് സെക്സ് ജോക്കുകൾ പറയുക. എന്നോട് മോശമായിട്ട് പെരുമാറിയ വ്യക്തി തന്നെ എൻ്റെ കേൾക്ക് തന്നെ മറ്റുള്ള WCC അംഗങ്ങളെയൊക്കെ വളരെ മോശമായി കുറ്റം പറയുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരാളുടെ കണ്ണിൽ പെട്ടു എന്നാൽ, ഒരാൾക്ക് നമ്മളോടൊരു അഭിനിവേശം ഉണ്ടായി എന്നാൽ തന്നെ പിന്നെ നമുക്ക് വർക്ക് കിട്ടില്ല. അനാർക്കലി അത് പറയും കാര്യം 2 ദിവസത്തേക്ക് അവൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ചെയ്ത് വിട്ടു എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ അവൾ ഓർക്കുക അയാളുടെ മകളെക്കുറിച്ചാണ്. മകളൊരു പാട്ടുകാരിയായിരുന്നു. ഇങ്ങനെ പറയൂ ഉമ്മ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ലാലി PM ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ചേച്ചി. ഇപ്പോൾ അമ്മയുടെ കൂട്ടരാജിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഒരു തരത്തിൽ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ രാജിവെച്ച് മാറി നിൽക്കേണ്ടതില്ല, ഉത്തരവാദിത്തത്തിൽ നിന്ന് അങ്ങനെ ഒഴിവാകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലാണ്. പക്ഷേ WCC ഉന്നയിച്ച പല കാര്യങ്ങളും പ്രസക്തമാണെന്ന് ഹേമ കമ്മിറ്റി കണ്ടെത്തുന്ന ആധികാരികത വരുന്നൊരു സ്പേസിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഈ അമ്മയുടെ രാജിയും ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിലെ ഒരു പിന്നാക്കം നിൽക്കൽ, അതൊരു പിന്നാക്കൽ നിൽക്കൽ കൂടെ ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ധാർമ്മികമായിട്ട് അങ്ങനെ ചെയ്യേണ്ടതുണ്ടെന്നാണ് പൊതുസമൂഹം കരുതുന്നത്. അഭിപ്രായം എന്താണ്? അത് ചെയ്യേണ്ടത് തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം അതിലുള്ള അംഗങ്ങളെ കുറിച്ചിട്ട് ചിലരെയൊക്കെ കുറിച്ചിട്ടേ വന്നിട്ടുള്ളെങ്കിലും അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി എന്ന നിലയിൽ അത് രാജിവെച്ച് പുതിയൊരു കമ്മിറ്റി ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത്. അതിന് അവർക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. പിന്നെ അതിലുള്ള പല അംഗങ്ങളും ഒട്ടും നല്ലതല്ലാത്ത അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ ആൾക്കാരെന്നുള്ളതല്ല, മൊത്തം ആൾക്കാരും രാജിവെച്ച്, പ്രസിഡൻറ്റും ഇതൊന്നും മാത്രമല്ല, എല്ലാവരും രാജിവെച്ച് പുതിയൊരു കമ്മിറ്റി ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത്. WCC ട്രോളി കൊണ്ടുവരുന്ന ഒരു ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികത തോന്നുന്നു. ഇങ്ങനെയുണ്ട്, ഇങ്ങനെ സിനിമയിൽ മേഖലയിൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് വാർത്തകളും വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ WCC മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് ഈ ഒരു ചാനലുകളുടെ പാച്ചിലിൽ ഈ വിഷയം മറ്റൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് ആൾക്കാർക്ക് കേൾക്കാനും ആഗ്രഹമുള്ള ചില വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ ഇത് ഗുണപ്പെട്ടേക്കാം, ഇങ്ങനൊരു വാർത്തയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഗുണപ്പെട്ടേക്കാം. പക്ഷെ അതിനെങ്ങനെയാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്, പോയിന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇല്ല, നമുക്ക് ഈ ചാനലുകൾ വാർത്തയും ഇപ്പോൾ ചെറിയ ചെറിയ ഓരോ വെളിപ്പെടുത്തലുകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഇത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് ഇത് മാത്രമല്ല. ഇത് മാത്രമാണോ ഇവിടുത്തെ പ്രശ്നമെന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പം വരുന്ന വെളിപ്പെടുത്തലുകളും ചാനലുകൾ ഇതിനെ പ്രക്ഷേപണം ചെയ്യാൻ കാണിക്കുന്ന ഉത്സാഹവും. ഇപ്പം എത്രാമത്തെ ദിവസമാണ് മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് ഇത് തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് മാത്രമായിരുന്നോ പ്രശ്നം തോന്നുന്നു. നമുക്കറിയാം അതിൻ്റെ അകത്ത് വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ റെമ്യൂണറേഷൻ്റെ ഇഷ്യൂസ് പറയുന്നുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇഷ്യൂ പറയുന്നുണ്ട്, പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമില്ലാത്ത സെറ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഫോക്കസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ ആർക്കെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ പൈസ കൊടുക്കാതെ പോയത് ഇതുകൊണ്ടോ ഒന്നും ആരും ചോദിക്കുന്നേ ഇല്ല. ചോദിക്കുന്ന ഇത് മാത്രമാണ്. ഇതൊരു നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു സദാചാര പ്രശ്നവും കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോഴും ഈ ഒരു പ്രശ്നം മാത്രം ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ സമൂഹത്തിന് ഇതിലുള്ള ഒരു ഇത് ഇത്രയും ഉള്ള ഒരു വെള്ളി വെളിച്ചത്തിൽ നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു മേഖല ആയതുകൊണ്ട് ഇതിനോടുള്ള ഒരു ആൾക്കാർക്കുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇവിടെ എന്താണ് നടക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന മേഖലകൾ കൂടിയാണിത്. അതൊന്നും ആരും ഫോക്കസ് ചെയ്യുന്നില്ല. ഈ മേഖലയിൽ മാത്രമല്ല ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്. നമ്മൾ അന്വേഷിച്ച് നോക്കി, അല്ലെങ്കിൽ ഇതൊരു വിപ്ലവമായിട്ട് പൊട്ടിപ്പുറപ്പെടണം. ഓരോ മേഖലയിലും ഉള്ള സെക്ഷൽ ഹരാസ്മെൻറ്റിനെ കുറിച്ച്, അത് കുടുംബം മുതൽ ഓരോ, എനിക്ക് തോന്നുന്നു ജനിക്കുമ്പോൾ മുതലുള്ള സ്ത്രീകൾക്ക് എല്ലാം തന്നെ ഇത്തരം അനുഭവങ്ങൾ നല്ലതുപോലെ ഉണ്ടാകും. ഇതൊന്നും പറയാതെ ഒളിച്ചു വെച്ചിരിക്കുമ്പോഴാണ് ഇത് മാത്രം പറയാനും കേൾക്കാനും ആൾക്കാർ ഉത്സുകരാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവർ തന്നെ അവരുടെ വീട്ടിൽ എന്തായിരുന്നു സംഭവിക്കുന്നത് അവർക്കറിയത്തില്ല. എന്നിട്ടാണ് ഇവിടെ വന്ന് ഈ കമൻ്റ് ഇടുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവണം എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നന്നായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആരും ചോദിക്കാനും പറയാനും ഇല്ല. അല്ലെങ്കിൽ ഞങ്ങളാരും അങ്ങനെയും പലരും പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. നീ പരാതി കൊടുത്തു, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നിടത്ത് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് എന്നൊരു തോന്നലിലേക്ക് ഇത് വളർന്നു എങ്കിൽ അതൊരു നല്ല മാറ്റം തന്നെയാണ്.
സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ ഇപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത്? ഇല്ലെങ്കിൽ നമ്മൾ നോ പറഞ്ഞാൽ മതിയോ? എങ്ങനെയാണ് ഇത് പ്രശ്നം പരിഹരിക്കാൻ ചേച്ചി കരുതണേ? ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം. പിന്നെയും ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ബോൾഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്കിപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയാം, മലയാള സിനിമ എന്നെ ഏറ്റവും സ്നേഹിച്ചിട്ടുള്ള ഒരു നടിയാണ് ഞാൻ. കാരണം വളരെ താമസിച്ച് വന്നിട്ടും ഞാനിപ്പോൾ അതിലും ഇടയ്ക്ക് ഒത്തിരി ഗ്യാപ്പ് വരാനുള്ള കാരണങ്ങളും നമ്മുടെ ലോക്ക്ഡൗൺ പോലെയുള്ള കൊറോണ കാലം പോലെയുള്ള കാലങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു 20-25 സിനിമയിലോളം ഞാൻ അഭിനയിക്കുക. അതിൻ്റെ അകത്തൊരു 4 സിനിമ നായിക തന്നെയാണ്. അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ. പക്ഷേ ജിയോ ബേബിയുടെ അടക്കമുള്ള ഒരു 2 സിനിമ ഇറങ്ങാനുണ്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ തീർത്തും ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷെ ഉണ്ട് ഒരെണ്ണം. എങ്കിൽ പോലും ഞാൻ അഭിനയിച്ചത് കൂടുതലും ന്യൂ ജനറേഷൻ കുട്ടികളുടെ സിനിമയായിരുന്നു. എല്ലാവരുടെയും തന്നെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേരേ ഉള്ളൂ, ജിസ് ജോയ് അടക്കമുള്ള കുറച്ച് പേരുടെ സിനിമകളേ ഉള്ളൂ നേരത്തെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പുതിയ ആൾക്കാരാണ്. ഈ കുട്ടികളൊക്കെ വളരെ ഡീസൻ്റായി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അത് നമ്മളത് പറയാതിരിക്കുന്നത് ശരിയല്ല. കാരണം ഇതിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെല്ലാം കിടന്നു കൊടുത്തിട്ടാണോ? ഈ ചോദ്യങ്ങൾ അതാണ്. അപ്പോഴും വേറൊന്നും ചോദിക്കുന്നില്ല ആൾക്കാർ. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? നിങ്ങൾക്ക് റെമ്യൂണറേഷൻ കിട്ടിയതും ചെയ്യും, ഇവരെല്ലാം കിടന്നു കൊടുത്തിട്ടാണോ? അല്ലെങ്കിൽ ഇവരെല്ലാം തെറ്റുകാരാണ്? ഈ ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പിച്ച് പറയേണ്ട, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ന്യൂ ജനറേഷൻ കുട്ടികൾ അവർക്കൊരു അവർ എടുക്കുന്ന വർക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, അവർക്കൊരു വിഷനുണ്ട്. അവരതുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പിന്നെ അവർക്ക് കുറച്ചും കൂടി പെൺകുട്ടികളുമായിട്ടുള്ള സൗഹൃദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എന്നോടും മോശമായി ബിഹേവ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി, നടക്കത്തില്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയുകയും തടഞ്ഞു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത്രയും ബോൾഡായിട്ട് തീരുമാനം എടുത്തതിന് ശേഷം എനിക്ക് മെസ്സേജൊന്നും അയച്ചിട്ടില്ല. പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് സെക്സ് ജോക്കുകൾ പറയുക, അല്ലെങ്കിൽ പിന്നെ നല്ലതായിട്ടൊക്കെ നിന്നാൽ ഞങ്ങൾ പിന്നെ വർക്കൊക്കെ മേടിച്ചു തരാം എന്നുള്ള രീതിയിൽ പൊതുവായിട്ട് പറയുക. പിന്നെ വളരെ എന്നോട് മോശമായിട്ട് പെരുമാറിയ വ്യക്തി തന്നെ എൻ്റെ കേൾക്ക് തന്നെ മറ്റുള്ള WCCയിലെ അംഗങ്ങളെയൊക്കെ വളരെ മോശമായി കുറ്റം പറയുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ ആരാണെന്ന് ഉള്ള കാര്യം വെളിവാക്കിയാൽ ഒരു പക്ഷേ ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നെപ്പോലെ അത്രയും മാനസികമായ ധൈര്യമുള്ളവർക്കും അത് പറ്റുമായിരിക്കും. പക്ഷെ എനിക്കറിയില്ല ഈ കൊച്ചുകുട്ടികൾക്ക് അതെങ്ങനെയാണ് അവർ ഇതിനെ സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പം ഇപ്പം ഒരേ ആക്ട് തന്നെ പല ആൾക്കാർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ചിലപ്പോൾ ഇത് കുറച്ച് ഭീകരമായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് എനിക്കറിയില്ല അതിനെ എങ്ങനെയാണ് തടഞ്ഞു നിർത്താൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ബോൾഡായിട്ട് നിൽക്കണം എന്നാണ് എനിക്ക് ഇതിലേക്ക് വരുന്നവരോട് പറയാനുള്ളതാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ഒരു നോട്ടം കൊണ്ട് തന്നെ നമുക്കിതിനെ തടയാനും പറ്റും. പിന്നെ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ എന്തുകൊണ്ട് പരാതി പറഞ്ഞില്ല എന്നൊക്കെ ആൾക്കാർ പറയായിരിക്കും. ഇതെന്ന് പറയുന്നത് നമുക്കൊരു ചിത്രകല പോലെയോ അല്ലെങ്കിൽ ഒരു സംഗീതമൊക്കെ പോലെ ഒരു കളക്റ്റീവ്, ഒരു ഒറ്റപ്പെട്ട കലയല്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കലയല്ല. ഇതൊരു കൂട്ടായ കലയാണ്. അതിൻ്റെ അകത്ത് സംവിധാനം മുതൽ ക്യാമറ മുതൽ എല്ലാം ഉണ്ട്. അതുപോലെ കുറേ ആൾക്കാരുടെ ഒരു ദിവസം തന്നെ 50ഓളം പിന്നെ പ്രൊഡക്ഷനിലെ ആൾക്കാർ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടാതെയാണ് ഈ അഭിനേതാക്കളും ഒക്കെ ഉള്ളവർ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു കലയെ നമ്മളൊരു എന്തെങ്കിലും ഇത് പറഞ്ഞ് നിർത്തി വെച്ചാൽ അത് ഈ സിനിമയ്ക്ക് തന്നെ ദോഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ അത് ഒരു വലിയ പ്രശ്നമാക്കാതിരുന്നതും. പക്ഷെ ഞാൻ കൃത്യമായി പറയേണ്ടടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സിനിമയെ സത്യത്തിൽ റെസ്പോൺസ് എന്തായിരുന്നു ചേച്ചി പറഞ്ഞപ്പോൾ? എങ്ങനെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ റെസ്പോൺസ്? എന്തായിരുന്നു അറിയിക്കേണ്ടടുത്ത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളറോട് തന്നെ പറഞ്ഞു, എനിക്കിത് ബുദ്ധിമുട്ടാണ്, എപ്പോഴെപ്പോഴും ഫോൺ ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. അപ്പം പറഞ്ഞു, ഇതൊരു ചേച്ചി അവർ കുറേ പെൺകുട്ടികളുടെ ഉദാഹരണ സഹിതം പറഞ്ഞു, ഇതിപ്പം ചേച്ചി കേസ് കൊടുത്താലും ശരി, ഇനിയിപ്പോൾ ഇവരോട് വഴങ്ങിയില്ലെങ്കിലും ശരി, ഇനി ചേച്ചിക്ക് വർക്ക് കുറവേ കിട്ടുള്ളൂ. ഞാൻ അത് കുഴപ്പമില്ല, കാരണം
സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര യാദൃശ്ചികമായി കിട്ടിയൊരു സംഭവമാണ്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നിട്ടൊന്നും കിട്ടിയതല്ല, വളരെ യാദൃശ്ചികമായിട്ട്. പക്ഷേ ഞാൻ അത്രയേറെ ബഹുമാനിക്കുന്ന ഒരു ഫീൽഡാണിത്. പക്ഷേ എനിക്ക് വളരെ യാദൃശ്ചികമായിട്ട് കിട്ടിയതാണ്. അപ്പം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇത് പിന്നെ ഞാൻ പരാതി കൊടുക്കുന്നില്ല. പക്ഷേ ഇത് ഞാൻ അയാളോട് തന്നെ പറയും, ഇത് പ്രശ്നമാകും എന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ. പക്ഷേ ഇത് എല്ലാവർക്കും അറിയാം ഈ പ്രശ്നം. ഇതിങ്ങനെയാണ്. നമ്മൾ ഒരാളുടെ കണ്ണിൽ പെട്ടു എന്നാൽ, ഒരാൾക്ക് നമ്മളോടൊരു അഭിനിവേശം ഉണ്ടായി എന്നാൽ തന്നെ പിന്നെ നമുക്ക് വർക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്നാണ് ഇതിൻ്റെ അതോറിറ്റീസ് തന്നെ നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ഞാനിപ്പോൾ അതുകൊണ്ടൊന്നുമല്ല എനിക്ക് വർക്ക് ഇനി കിട്ടാതിരിക്കുമെന്നൊന്നും ഓർത്തിട്ടല്ല. ഞാൻ ഓർത്തത് ഒരു പുതുമുഖ സംവിധായകനായിരുന്നു. അത് ഒരു പുതുമുഖ സംവിധായകനും എഴുതിയത് ഒരു കൂട്ടുകാരനും കൂടിയാണ്. അവരെത്രയോ കാലത്തെ അവരുടെ ഒരു സ്വപ്നമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിന്നാൽ അത്രയും ദിവസത്തെ ഷൂട്ടിംഗ് മുടങ്ങും. ഷൂട്ടിംഗ് പോയി പിന്നെ പുതിയതായിട്ട് എടുക്കണം, എല്ലാം പുതിയതാവണം. ഇപ്പോൾ ഒരു പുതിയൊരു നടി വന്നാലും പുതിയതാവണം, അതല്ല ഇനി ആ കക്ഷിയെ പറഞ്ഞു വിട്ടാലും അത് പുതിയതാകണം. അപ്പം എനിക്ക് തന്നെ ഡീൽ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുപ്പം മുതൽ ഇത്തരം പല രീതിയിലുള്ളത് സംസാരം കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ചെറിയ 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 തോണ്ടലുകൾ കൊണ്ടോ, അതല്ല ശക്തമായ അറ്റാക്കുകൾ കൊണ്ട് പോലും ഒരു സ്ത്രീ, അത് നമ്മുടെ അടുത്ത റിലേറ്റീവ്സിനായാലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഒരു കുറഞ്ഞ സംഭവമായിരുന്നു ഇത്. അറ്റാക്ക് ചെയ്യപ്പെടും എൻ്റെ രാഷ്ട്രീയ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ, നല്ല തിരക്കുള്ള ബസ്സിൽ പോകുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന അറ്റാക്കിൻ്റെ ഒരു 10-1 പോലും എന്നെ ഇത് ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ഈ സമൂഹത്തിൽ നിന്നാണ് ഈ നടന്മാരും ഈ സ്ത്രീകളും ഒക്കെ വരുന്നത് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് തോന്നിയില്ല. അതാണ് എൻ്റെ ഒരു വാസ്തവം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ സിനിമയെ ശുദ്ധികലശം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം മറ്റുള്ള മേഖലകളിലേക്കും ഇത് തന്നെ തിരിക്കണം. ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത് തന്നെ എനിക്ക് ചാനലുകാരോടൊക്കെ പറയാനുള്ളത്, മറ്റുള്ള മേഖലകളുണ്ട്, അവിടെയും തിരിക്കണം. ഇതിലുപരി വേറെയും പ്രശ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ കിട്ടുന്ന പൈസ അതൊക്കെ തന്നെ ഇടനിലക്കാരെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയുണ്ട്. രാവിലെ മുതൽ ചിലപ്പം ഈ ഒരു ക്രൗഡിൻ്റെ ഒരു ഷൂട്ടാണെങ്കിൽ രാത്രി വരെ ചിലപ്പം ഷൂട്ടിങ് നീണ്ടുപോകും. അവർക്ക് കിട്ടുന്നത് തുച്ഛമായ പൈസ. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ വിഷമം തോന്നും. ഇവർ ഇത്രയും നേരം ഒരു വീട്ടുജോലിക്ക് പോയാൽ, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്ക് പോയാൽ പോലും രാവിലെ മുതൽ വൈകുന്നേരം 5 മണി, രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ വർക്ക് ചെയ്ത് 1000 രൂപ കിട്ടും. ഇത് വളരെ നിസ്സാരമായ കാശ്. ഇവരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. സത്യം അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം. അപ്പം അതാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയത്. പക്ഷെ വന്നത് വളരെ നന്നായി. പലർക്കും ഇത് തുറന്നു പറയാനുള്ള അവസരം ഉണ്ടായി. അതായത് ഇപ്പോൾ ഒട്ടും മറവിയിൽ മാഞ്ഞു പോകുന്നു വിചാരിച്ച കാര്യങ്ങളാണല്ലോ ഇപ്പം പുറത്തേക്ക് വരും. ഇപ്പോൾ രേവതി സമ്പത്തിൻ്റെ വിഷയമൊക്കെ 2016 നടന്നതാണ്. അപ്പോൾ അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിങ്ങനെ നമ്മുടെയൊക്കെ യോഗമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് ഇത് ഒരു കുറ്റം പറയാം, അല്ലെങ്കിൽ നമുക്ക് പരാതി പറയാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അവർ വന്ന് സംസാരിക്കുന്ന സമയത്തുള്ള ബോൾഡ്നെസ് ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടായാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ബോൾഡായിട്ട് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ പറ്റിയത് നല്ലൊരു കാര്യമില്ല. അതിനൊരു ഹേമ കമ്മിറ്റി ശരിക്കും പറഞ്ഞ ഒരു ഇൻസ്പയർ ചെയ്തു, ഇല്ലെങ്കിൽ അവർ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചില്ലേ? അതൊരു നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. കാരണം ഇത് നമ്മൾ പലരും പറയണോ വേണ്ടോ എന്ന് സംശയിച്ചിരിക്കുന്നിടത്തു നിന്ന് ഇത് പറയാൻ പറ്റും. പിന്നെ ഇവരൊന്നും ഒരിക്കലും എനിക്ക് തോന്നില്ല, പലരും പറയുന്നുണ്ട്. ഞാൻ ഇന്നും കൂടി ഒരു ചാനലിൽ കണ്ടായിരുന്നു, അവർ ചിലപ്പം വേറെ എന്തെങ്കിലും വ്യക്തി വിദ്വേഷം കൊണ്ട് വെറുതെ പറയുന്നതാകാം എന്നുള്ള രീതിയിലൊക്കെയുള്ള, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ കള്ളം പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്തിനാണ് കള്ളം പറയുന്നത്? ഇത് പറയും തോറും, ഇപ്പം ഞാൻ ഇത്രയും പറയും തോറും ഇത് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ കുടുംബക്കാർക്ക് ഒക്കെ പ്രശ്നമാണ്. നമ്മളിത് പറയുമ്പോൾ അയ്യോ അങ്ങനൊന്നും സംഭവിച്ചോ എന്ന് പറയും. അപ്പം നമ്മൾ എന്തിന് ഇങ്ങനെ ഒരു പുലിവാലും പിടിക്കുന്നത് പലരും പറയില്ല. അപ്പോൾ ഇത് പറയുന്നുണ്ടെങ്കിൽ ഇത് സത്യമായിരിക്കും, ഉറപ്പായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് നിയമത്തിലും കോടതിയൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീ അങ്ങനെ സ്വന്തം അഭിമാനത്തെക്കുറിച്ച് കള്ളം പറയില്ല എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നല്ല, എനിക്ക് ഉറപ്പുണ്ട് ഇത് പറയാൻ ഉള്ള ഒരു
ധൈര്യം വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇത് അത് ഉൾപ്പെടെ അതിനോടൊപ്പം തന്നെ മറ്റുള്ള വിഷയങ്ങളിലേക്കും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. മറ്റുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കരുത്, അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് പല വിഷയങ്ങളോട് മനുഷ്യാവകാശ ലംഘനങ്ങളടക്കമുണ്ട്, അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രമുഖ സ്റ്റാർ തന്നെ പറഞ്ഞിട്ടുള്ളത് പഴം കിട്ടാത്തത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നി എന്ന് പറയുന്ന ഒരു സാധനം അവഗണനയാണ് അതിനകത്ത് സംസാരിച്ചത്. തമാശയല്ല, അതൊരു അവഗണന അത്രത്തോളം നേരിട്ടതുകൊണ്ട് പിന്നീട് ഒരു ഘട്ടത്തിൽ അത് പറയേണ്ടി വരുന്നതാണ്. അപ്പോൾ അത്രയും ചെറിയ കാര്യത്തിന് നമ്മൾ കരുതുന്ന നിസ്സാരമായ ഒരു കാര്യമല്ല അത്, ശരിക്കും അവഗണനയാണ് അവിടുത്തെ പ്രശ്നം. അത് നിസ്സാരമാകുന്നത് എങ്ങനെയാ? അത് നമ്മൾ നിങ്ങളിവിടെ 4 പേര് ഇവിടെ ഇരിക്കുമ്പോൾ ഒരാളെ മാത്രം പിന്നെ അവർ ചായ കുടിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പിന്നെ അവരുടെ അനുഭവമാണ്, അതിന് നമുക്ക് റദ്ദാക്കാൻ ഒരു അവകാശമില്ല. അത് ചെറിയ കാര്യമല്ല അതൊക്കെ. അതായത് എല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്നവരാകുമ്പോഴും അത് ചിലരെ മാത്രം മാറ്റി നിർത്തുകയും അതിനുവേണ്ടി അത് ചിലപ്പം പലരും പുറകെ കൂടി പറയുന്നത് കൊണ്ടായിരിക്കും, കാരണം അവരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ എത്തിയത് കൊണ്ട് ഈ രീതിയിൽ അവർക്ക് മാനസികമായ വിഷമം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അത് തെറ്റ് തന്നെയാണ്. കാരണം ഇത് നമ്മുടെയൊക്കെ പ്രശ്നം എന്നാന്ന് അറിയാമോ? ഒരു അറ്റാക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിലേ പ്രശ്നമുള്ളൂ, അതുവരെയുള്ളതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ പറയും. ഇപ്പോൾ അനാർക്കലി പറഞ്ഞൊരു കാര്യമുണ്ട്. അവളൊരു സിനിമാ സെറ്റിൽ ഇങ്ങനെ അവർ കുറേ പേര് ഇരുന്ന് ജോക്ക് പറയും, അതിൻ്റെ സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗായിക, പിന്നെ സ്റ്റേജ് ഷോസൊക്കെ നടത്തുന്ന ഒരു ഗായിക കണ്ണൂർ ഒരു ഉത്സവത്തിന് പോയി എന്ന് പറഞ്ഞു. പോയൊരു കഥ പറയുവാണ് ഒരു നടൻ. അപ്പോൾ അവൾ പറഞ്ഞത് പിന്നെ എന്താ, അവിടെ ഭയങ്കര പ്രശ്നമായി, ഉത്സവം നടത്തുന്നവർ തമ്മിലൊക്കെ പ്രശ്നമായി. ഇപ്പോൾ ഇതങ്ങോട്ട് പൊളിഞ്ഞു, ഈ പരിപാടി ഭയങ്കര അലങ്കോലമായി. അപ്പം കുറേ പേര് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി. അപ്പം ഈ ഗായികയോട് പറഞ്ഞു, ബാ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞപ്പം അവർ വിചാരിച്ച് ഇവളെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്ത് പോയിന്നു. അപ്പോൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞു വരിക. എന്നിട്ട് അവന്മാർ കൊണ്ടുപോയിട്ട് അത് പറഞ്ഞെനിക്കതിങ്ങനെ ഇതിനു മുമ്പ് പറയാൻ വിഷമം. അവൾ അനാർക്കലി അത് പറഞ്ഞ കാര്യം 2 ദിവസത്തേക്ക് അവൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അവരൊക്കെ ഇടപെട്ടിട്ടാണ് ഒരു ടേപ്പ് ജോക്ക് പറയുക, അവർ ചെയ്ത് വിട്ടു എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ അവൾ ഓർക്കുക അയാളുടെ മകളെക്കുറിച്ചാണ്. മകളൊരു പാട്ടുകാരിയായിരുന്നു, ഇങ്ങനെ പറയൂ ഉമ്മ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അത് അവൾ അപ്പം ഞാൻ പറഞ്ഞത് സത്യത്തിൽ അനാർക്കലിക്ക് ഇതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയും അവൾ കരയുകയും ചെയ്ത വിഷയം എന്ന് പറയുന്നത് പിന്നെ അവളെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല. അവൾക്ക് പഴം കിട്ടാത്തതോ അല്ലെങ്കിൽ അവളുടെ ദേഹത്ത് തൊട്ടതോ ആയ വിഷയമല്ല. പക്ഷേ ഇത് കേൾക്കേണ്ടി വരുവാണ് നമ്മൾ. അവരുടെ പിന്നെ പ്രൈവറ്റ് പാർട്ടുകളെ കുറിച്ചിട്ട് വേറൊരാളുടെ പ്രൈവറ്റ് പാർട്ടുകളെ കുറിച്ച് പെൺകുട്ടികളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എല്ലാം പ്രശ്നമാണ്, മനസ്സിലായോ? ഇതുപോലത്തെ ജോക്സ് പറയുന്നത് പോലും പ്രശ്നമാണ്. ഒരാൾ ദേഹത്ത് തൊട്ടിട്ടില്ല, അയാൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, അയാളെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് കേൾക്കുന്ന അവൾക്ക് വിഷമാവുക. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവളത് അവിടുന്ന് ഇറങ്ങി വേറെ മാറിപ്പോയിരുന്ന് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ ഈ വിഷയം പറയുന്നത്. പക്ഷേ അന്നേരം അവിടെ ഇത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പം ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പഴം കൊടുക്കാതിരുന്നത് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടും അല്ലെങ്കിൽ അവരെ അവഗണനയും ഒരു വിഷയം തന്നെയാണ്. അതല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ഇപ്പോൾ സങ്കടം ഉണ്ടാക്കുന്നത് ഈ സിനിമാ മേഖലയിലെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന ഒരു അവഗണനയാണോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുള്ളത്? അതേ ഈ പറയുന്ന മാതിരി ഇപ്പോൾ സെക്ഷൽ ഹരാസ്മെന്റിന്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, അതും സങ്കടമാണ്. പക്ഷേ നിലനിൽക്കുന്ന ഇല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ദിവസവും കാണുന്ന ഒരു കാര്യം അപ്പോൾ ഏതാണ് കൂടുതലുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പം ഞാൻ ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുള്ള പ്രശ്നം തന്നെയായിരിക്കും. ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ട്, ഒത്തിരി സിനിമയിലൊക്കെ അഭിനയം. അപ്പോൾ അവരും പറഞ്ഞത് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞായിരുന്നു. അവരും പലരും അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ പലപ്പോഴും പോയിരിക്കുമ്പോൾ അവരോടൊക്കെ സംസാരിക്കാറുണ്ട്. ജൂനിയർ ഇതുപോലുള്ള റെമ്യൂണറേഷൻ്റെ വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ സെറ്റിലും നടക്കുന്നത് ചിലപ്പം അതായിരിക്കും, റെമ്യൂണറേഷൻ. ഇടനിലക്കാർ അതിൻ്റെ അകത്ത് ഈ എന്താ പറയുക, പ്രൊഡ്യൂസറിനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് പാർട്ടിനോ വലിയ പിന്നെ ഇതില്ല, അവരുടെ കുഴപ്പമല്ല അത്. ഇത് ഇടനിലക്കാർ അവിടെ നല്ലപോലെ പങ്കുവഹിക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത് നിയമാവലി ഉണ്ടാക്കി കൃത്യമായി ഒപ്പിട്ട് കൊടുത്ത് വേണമെങ്കിൽ ഇനി ഇടനിലക്കാരനെല്ലാം കമ്മീഷൻ കൊടുക്കണമെങ്കിൽ 2 കൂട്ടരും നമ്മളിപ്പോൾ ഈ അത് ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇതിനെങ്ങനെ പരിഹാരം എന്ന് ആലോചിച്ചപ്പോൾ
നമ്മളിപ്പോൾ വീടിനൊക്കെ വാടകയൊക്കെ എടുക്കുമ്പം വാടക എടുക്കുന്ന ആൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ ഒരു കമ്മീഷൻ കൊടുക്കും. അങ്ങനെ വല്ലതും കൊടുക്കുകയും ഇവർക്ക് കൃത്യമായി കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യണം എന്നുള്ളത് ഞാൻ കുറേ നാളുകളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം അത് കിട്ടുന്നില്ല. അത് അവർക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അവരെവിടെയും രേഖപ്പെടുത്തുന്നില്ല. അവരൊരു കൂട്ടമാണ്, അവരൊരിക്കലും വിസിബിൾ അല്ല. ഇത് ഇന്നതിൽ ഈ ഒരാളെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കാം. ജൂനിയർ ആർട്ടിസ്റ്റ് ക്രൗഡ് ഇങ്ങനെ ദിവസവേതനത്തിന് വരുന്ന ആൾക്കാരുടെ കാര്യമാണ്. അവർ നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ശരിക്കും ഗവൺമെൻറ് ഇതിൽ പോകണം. കാരണം നമ്മൾ കേരളം ഒരു തൊഴിലാളി സൗഹൃദ സംസ്ഥാനമാണെന്ന് പറയുമ്പോഴും ഈ തൊഴിലിന് പക്ഷെ കാശ് മുടക്കേണ്ടവർ മുടക്കുന്നുമുണ്ട്, കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു അതും കൂടി എന്തുകൊണ്ടാണ് ആരും ചർച്ച ചെയ്യാത്തതെന്ന് ഞാൻ ഈ ചർച്ചകളൊക്കെ കാണുമ്പോൾ ആലോചിക്കാറുണ്ട്. വാർത്തകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഗൗരവമുള്ള ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ടെന്ന് ആണ് കരുതുന്നത്. അപ്പോൾ അത് ഉണ്ടായി വരട്ടെ. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സെക്ഷൽ ഹരാസ്മെൻറ്റ് അന്വേഷിക്കാനൊരു സംവിധാനം ഉണ്ടായതുപോലെ ഇത്തരം കാര്യങ്ങളും കൂടെ അഡ്രസ്സ് ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് ഈ ഹേമ കമ്മിറ്റി പിച്ച് ചെയ്യട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തിനും ഒരു നിയമാവലിയും ഒരു നിയതമായ ഒരു നിയമം വേണം എന്നൊരു അഭിപ്രായം എനിക്ക് ഇതിൻ്റെ അകത്തുള്ളത് ഏത് കാര്യത്തിലും. നന്ദിയുണ്ട് ചേച്ചി സംസാരിക്കുന്നത്.